10 ദിവസം 10 കാര്യങ്ങൾ. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറച്ചുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സും ഹാപ്പിനെസ്സും ഉണ്ടാക്കിയെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. വെൽക്കം ടു ഡേ 1 ഓവർ തിങ്കിങ്. കാരണങ്ങളില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കാട് കയറുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കൊരു ടിപ്പ്. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഒരു ബുക്കും പെന്നും കയ്യിലെടുക്കുക. എന്നോടൊപ്പം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ആദ്യത്തെ 5 വസ്തുക്കൾ ഏതാണെന്ന് എഴുതി വെക്കുക. ഇനി നിങ്ങൾ പതിയെ ഒന്നുകൂടെ കണ്ണുകൾ അടച്ചിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു 4 വസ്തുക്കൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പതിയെ കണ്ണുകൾ തുറന്ന് അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എഗെയിൻ ഒന്നുകൂടെ കണ്ണുകൾ അടക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾ കേൾക്കുന്ന ആ സൗണ്ട് ഏതാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കേൾക്കുന്ന 3 സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ശേഷം കണ്ണുകൾ തുറന്ന് എഴുതി വെക്കുക. എഗെയിൻ കണ്ണുകൾ അടക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ കഴിയുന്ന ആ 2 സ്മെല്ല് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ശേഷം കണ്ണുകൾ തുറന്ന് നോട്ട് ചെയ്യുക. ലാസ്റ്റ് വൺ, നിങ്ങൾ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫുഡ് എടുത്ത് നിങ്ങൾ പതിയെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തൊക്കെ ടേസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഫീൽ ചെയ്യുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ മുമ്പ് ആലോചിച്ചിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയാം. കാരണം ബ്രെയിൻ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരേ വഴിയിലൂടെ. പക്ഷേ ഈ ഒരു ടെക്നിക്ക് മൂലം നമ്മളതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് പല കാര്യത്തിലോട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ പെട്ടെന്ന് തന്നെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും.